ഇങ്ങടത്താനെ എവിടെ ആനക്ക് പഴയ പോലെ അനുസരണ ഇല്ല. ഈ ആന പലതനാണെന്നാണ് എനിക്ക് തോന്നണത്. ഇപ്പൊ ഞാൻ പറയണത് കേട്ട് നീ അനുസരിക്കാതെ കുറുമ്പും കാണിച്ചു വിടുന്നോ? നാട്ടുകാര് കൂടുമ്പോ നിന്നോട് ഞാൻ ഇടത്താനെ വലത്താനെ എന്ന് പറയും. അന്നേരം അനുസരിക്കാതെ നിന്നാലുണ്ടല്ല ചമ്മിപ്പോടയാൻ അനുസരിച്ചേക്കണേ. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ പട്ടോട്ടാൻ പോയായിരുന്നു. ചേട്ടേതവിടെ പോയതാ? ഞാൻ പട്ടാടിക്കാൻ പോയേക്കായിരുന്നു. അപ്പൊ ന്യൂ ഇയർ ആയിട്ട് പട്ടേടി നിർത്തിയെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് മതിയാക്കിട്ട്. എടാ ന്യൂ ഇയറിന് ഞാൻ പട്ടാടി നിർത്തി. പക്ഷെ അതിന്റെ ആഘോഷങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ. അല്ലടാ നീ വെള്ളം അടിക്കൂലേ? ഇടക്കിടക്ക് ഇടക്കിടക്ക് ഇടക്കിടക്കിടക്കിടക്കിടക്ക് അവിടെ ഡെയിലി ഉണ്ട്. നീ കല്യാണം കഴിച്ചാണാ? ഞാൻ കല്യാണം കഴിച്ചില്ല. പിന്നെ എന്തിനാടാ ഇങ്ങനെ കുടിക്കണത്? ഒരു കാമുകയുണ്ട്. അപ്പൊ അടിക്കണം. ഉണ്ടാവൂല. പറഞ്ഞില്ല അതാ വിളിക്കുന്നു. പ്രസന്നെ എടി ഇതൊക്കെ നാട്ടുകാരറിഞ്ഞ നാണക്കേടാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരാം. ഇപ്പൊ ഉത്സവത്തിന്റെ തിരക്കായതോണ്ട് അയ്യേ ഇതൊന്ന് പുറത്തു പറയല്ലേ. ഓ ശരി. പ്രസന്ന എന്താണ് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമ്മള് ദിവസവും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തുപറ്റി? എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചില്ലെങ്കിൽ അമ്മയെ കല്യാണം കഴിക്കേണ്ടി വരുമോ? അത് കഴിഞ്ഞാൽ നമ്മളെ അമ്മയുടെ മുഖത്ത് പോലും ഞാൻ നോക്കൂല. അറിയാവോ? എടാ നിന്റെ രണ്ടാം പാപ്പാൻ എന്ത്? അതറിയില്ലേ? ഇല്ല. എന്റെ രണ്ടാം പാപ്പാൻ മൂന്നാം പാപ്പാനെയും കൂട്ടി നാലാം പാപ്പാന്റെ അഞ്ചാമത്തെ കൊച്ചിന്റെ 6ാമത്തെ ബർത്ത്ഡേക്ക് പോയേക്കാം. നീ എന്താടാ കണക്കിന് കവിത രചിക്കണം? പറഞ്ഞു വന്നപ്പോ കവിത ആയി പോയതാ. അല്ല ചേട്ടനൊരു രണ്ടാം പാപ്പൻ ഉണ്ടായിരുന്നല്ലോ. അവനെ ഇപ്പൊ ഒരു ആനയുടെ ആദ്യത്തെ പാപ്പാനായിട്ട് പോയേക്കാണ്. അവന്റെ പേരെന്തോന്ന് പറഞ്ഞ? ആമീൻ. ഏതാനേടാ? ഡയാന. കുഴപ്പമില്ലാത്ത ആനയുടെ പാവണ്. പിന്നെ ആസ്ഥാനത്ത് ഇടക്ക് കയറി കൗണ്ടർ അടിക്കൊന്നും മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും. എടാ ദേ എന്റെ ഭാര്യ സുമംകലി വന്നടാ. സുമംഗലല്ലേ? സുമംഗലയാണ്. പക്ഷെ സുമ കലിപ്പിലാണ്. ദേ ഇങ്ങോട്ട് വന്നോള്. എന്നാലേ ഞാൻ ആനക്ക് പട്ട വെട്ടിട്ട് വരാം. കിട്ടോ? മനുഷ്യ നിങ്ങൾക്ക് നമ്മളെ കുടുംബത്തിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? കുടുംബത്തിൽ കയറിട്ട് എത്ര ദിവസമായി? എടി ഡെയിലി ഞാൻ വീട്ടിൽ വരണം എന്ന് കരുതി ആലോചിക്കും. വീട്ടിലേക്ക് ഇറങ്ങാൻ തോന്നുമ്പോ ആന പിൻവിളി വിളിക്കും. പിന്നെ എങ്ങനെ പോകാൻ പറ്റും? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആനയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. വീട്ടിലാണെങ്കിൽ 1 മണി അരിയില്ല. അതിനുള്ള പൈസയെങ്കിലും തരുമോ? പൈസ ഉണ്ടായിരുന്നു. രാവിലെ ആനക്ക് ഷുഗർ ചെക്ക് ചെയ്യാൻ പോയി. അതോടെ ആ കാശ് തീർന്നു. ആനക്ക് ഷുഗർ ചെക്ക് ചെയ്യാൻ പോയി? എടി ആന ഡെയിലി കരിമ്പും ശർക്കരയല്ല തിന്നണത്. അപ്പോഴേ ഞാൻ പറഞ്ഞു ഓവറായിട്ട് കഴിച്ചാൽ നിനക്ക് ഷുഗർ അളക്കൊന്ന് സമ്മതിക്കണ്ടേ. എടി ഇന്നലെ പട്ടാമ്പിയിലെ ഉത്സവം കഴിഞ്ഞ് ഞാനും ആനയും കൂടി നട്ടപ്പുറ വെയിലത്ത് നടന്നു വരെയിരുന്നു. അപ്പൊ മനുഷ്യനാണല്ലോ, വെള്ളം തായിക്കോല്ല. ഞാനൊരു സർബത്ത് കഴിക്കാൻ വേണ്ടിട്ട് ഒരു പെട്ടിക്കടയിൽ കയറിയപ്പോ പുറകിന്ന് ഒരു തോണ്ട്. ആരാണ്? ആന. അവന് സർബത്ത് വേണോന്ന്. ഒരു ഗ്ലാസ് സർബത്ത് മേടിച്ചു കൊടുത്ത അവന്റെ ദാഹം തീരോ? അങ്ങനെ ഒരു വീപ്പ നിറയെ 18 കേസ് സോഡ കലക്കി 50 നാരങ്ങ വിഴിഞ്ഞ് 5 കുപ്പി സർബത്ത് കലക്കി കൊടുത്തിട്ടില്ല. സർബത്ര കുടിച്ചു തീർത്ത്. അപ്പോഴെനിക്ക് തോന്നി ഷുഗർ ഇളകിയിട്ടുണ്ടാവുന്നു. ഇനി എന്ന് നോക്കുമ്പോ 400 ഷുഗർ ഉണ്ട് സാധനത്തിന്. ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ആനവാലി കൊണ്ട് മോതിരം ഉണ്ടാക്കിയിട്ടാലേ എന്തോ ശക്തി ഉണ്ടെന്നൊക്കെ പറയൂലേ? ശക്തിയല്ല, പേടി ഉണ്ടാവൂല. ആ മോതിരം കയ്യിലുണ്ടെങ്കിൽ പിന്നെ ആർക്കും പേടി ഉണ്ടാവൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ആനയുടെ വാലിന്ന് ഒരു 4-5 നാരങ്ങ എടുത്ത് താ, ഞാൻ അത് കൊണ്ട് വിറ്റ് കാശാക്കാം. അതൊക്കെ ഞാൻ കൊടുത്ത് കാശ് മേടിച്ച്. ഇപ്പൊ ആനയുടെ വാലിൽ ഒറ്റ നാരേ ഉള്ളൂ. ഒറ്റ നാരങ്ങി ഒറ്റ നാര. അതെങ്കിലും ഞാൻ കൊണ്ടേ വിക്കട്ടെ. അപ്പൊ ആനക്ക് വേണ്ട, ആനക്ക് പേടി തട്ടാണ്ട് നിക്കണ്ടേ? നീ തന്നെ വന്നപ്പോ ആന പേടി തട്ടാണ്ട് നിന്നതിനാ? ആ ഒറ്റ നാരന്റെ ബലത്തിലാണ്. ചേട്ടാ എന്താ ആന ഇടഞ്ഞാ? അവിടെ വളർത്താനേ ആന ഇടഞ്ഞതല്ല. ആന ഇടഞ്ഞാ മയക്കൂടി വെച്ചെങ്കിലും തറക്കാം. പ്രസന്ന ഇടഞ്ഞു വരുവാ. പ്രസന്ന വന്നണ്ടാ? പിന്നെ പണിയാണ്. എത്ര നേരവും ഞാൻ വിളിക്കുന്നേ? പ്രസന്ന എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? മുന്നറിയിപ്പും പറഞ്ഞോണ്ട് വരാൻ വേണ്ടി ഞാൻ പ്രകൃതി ദുരന്തമൊന്നല്ല. പ്രകൃതി അല്ലെങ്കിലും ദുരന്തമാണല്ലോ. അല്ല, ദുരന്തോ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് പുറപ്പെട്ടെന്ന് പറയുവാ. നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. നീ അങ്ങനെയല്ല പറഞ്ഞത്. നീ ദുരന്തോന്ന് തന്നെയാണ് പറഞ്ഞത്. ചേച്ചി ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. നീ കൂടുതൽ കിടന്ന് ഉരുളല്ലേ. ഞാൻ കേട്ടതാണ് ദുരന്തോന്നാണ് നീ പറഞ്ഞത്. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ദുരന്തം എന്ന് പറയാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ? അങ്ങനെയാണ് ഇവിടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങളുടെ അടുത്ത് പറയണത്. ഒന്ന് നിർത്തിയേ. അതൊന്നും പറ്റത്തില്ല. ഇവിടെ ഒരു പെണ്ണ് നിൽക്കുമ്പോ വേറൊരു പെണ്ണിനെ നോക്കി ഒരു പുരുഷൻ ദുരന്തം എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കൂല. നിങ്ങൾ ആരെങ്കിലും ദുരന്തം എന്ന് വിളിച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ മതി. എന്നെ വെടിക്കെട്ട് തുടങ്ങി. അത് ജനങ്ങൾക്ക് കേൾക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും എന്തൊരു കഷ്ടം ഇത്. നീ അധികം വർത്താനം പറയണ്ട.
ഇവര് തമ്മിലേ കെട്ടാൻ പോണതാണ്. പിന്നെ നിനക്കെന്താണ്? കെട്ടാൻ പോവേണ പിന്നെ കേട്ടോട്ടാ, കുഴപ്പമില്ല. ദുരന്തമല്ലേ? അനുഭവിച്ചോ. ദേ, എന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിങ്ങളുടെ പേരും പറഞ്ഞ് എന്റെ അമ്മേന്റെ അടുത്തുനിന്ന് വഴക്കിട്ട് ഇങ്ങോട്ട് പോന്നേക്കുന്നേ. ദേ, ഇപ്പൊ എന്നെ കെട്ടിയില്ലെങ്കിൽ അമ്മേനെ കെട്ടേണ്ടി വരും. ഈ ഉത്സവം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കെട്ടിക്കോളാം, സമ്മതിച്ചു. ഹലോ സാറേ, ഒരു മിനിറ്റ്. കാരണം സാർ നേരത്തെ വിളിച്ച് പറഞ്ഞില്ലേ ഇവിടെ ബോംബ് ഭീഷണി ഉണ്ടെന്ന്. അത് ഫേക്ക് ആണെന്ന് തോന്നുന്നു സാറേ. കാരണം നമ്മുടെ ബോംബ് സ്ക്വാഡ് മൊത്തം പരിശോധിച്ച് ഒരു തെളിവും കിട്ടിയിട്ടില്ല. ആഹാ, എന്ത് മാരകായുധങ്ങളുമായിട്ടാ? രണ്ടുപേരാ? സാർ ഒന്ന് കട്ട് ചെയ്തേ. ഇപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാം. ഡാ ആരാണ് നീയൊക്കെ? നിനക്ക് ഇപ്പൊ ഞാൻ പൊക്കും. ആരാണ് ഇവൾമാര്? ഇത് ഞാൻ പൊക്കിയതാ. ഇതെന്നെ പൊക്കാൻ വന്നിരിക്കുവാ. തെളിച്ചു പറയടാ, ആരാണ് ഇവൾമാര്? സാറേ, ഇതെന്റെ ഭാര്യ. ഇതെന്റെ ഭാര്യ ആകാൻ പോകുന്ന കുട്ടി. എനിക്ക് നിന്നെ മറിങ്ങോട്ട് നല്ല പരിചയം ഉണ്ടല്ലോ. ഈ ഫേസ് എനിക്ക് നല്ല പരിചയമുണ്ട്. 2 ദിവസം മുമ്പ് ഓവർ സ്പീഡിന് സാർ എന്നെ പിടിച്ചിട്ട് പെറ്റിയടിച്ചു. ആ, അതാണ്. നിന്നോട് എനിക്ക് അന്നേ ഒരു കാര്യം പറയണമെന്ന് തോന്നി. എടാ, ഈ സ്പീഡിൽ പോകുന്നതിനെ പതുക്കെ പോയാൽ നിനക്ക് സുരക്ഷിതമായിട്ട് വീട്ടിലെത്താൻ പാടില്ലേ? ഇനി പതുക്കെ പൊക്കോണം. സ്പീഡിൽ പോയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടി സ്പീഡിൽ പോയതാ. പ്രമീള ചേച്ചി അവനാളൊരു പാവണം. പ്രമീള ചേച്ചിയാ? ആരാടാ പ്രമീള ചേച്ചി? പ്രമീള ആന്റി. ഇതാ കൂമ്പ് നോക്കി അടിക്കും. ആരാടാ എന്റെ ആന്റി? നമ്മള് ഫേസ്ബുക്ക് ഫ്രണ്ട് ആണല്ലോ, ആണാ? പ്രമീള പരമേശ്വരന്റെ. ആണാ? ഞാനാണ് ഇടക്കിടക്ക് മെസ്സഞ്ചറിൽ രാത്രി 12 മണിക്ക് അങ്ങനെയല്ല, ഒരുമയുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ പറയണം. എന്തിനാടേ കമ്പും കോലൊക്കെ പിടിച്ചേക്കുന്നത്? സാറേ, ഞാൻ ഈ ആനയുടെ പാപ്പാനാണ്. ആഹാ, അവൻ ആനയുടെ പാപ്പാൻ ആണല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ? വേറെ ഒരു ശരിയെന്നാ. മാഡം, എന്നാലേ എന്റെ കാര്യത്തിന് ഒരു തീരുമാനം എടുത്ത് തരുമോ? എന്ത് കാര്യം? അതെ, ഞാനും ഈ ചേട്ടനും കൂടി കൊറേ വർഷമായിട്ട് ഇഷ്ടത്തില. അതാണ് പ്രശ്നം. പക്ഷെ എന്നെ ഇപ്പൊ കെട്ടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കെട്ടണില്ലാന്നേ. എന്താണ് നീ കൊച്ചിനെ കെട്ടാത്തത്? ഉത്സവം തീർന്നിട്ട് കെട്ടാന്ന് പറഞ്ഞിരിക്കുക. ആ ഉത്സവം തീരുമ്പോ കെട്ടും. ഇപ്പൊ എന്നെ കെട്ടിയില്ലെങ്കിൽ അമ്മേനെ കെട്ടേണ്ടി വരും ഇയാള്. ഇതെന്തൊക്കെയാ കൊച്ചു പറയുന്നത്? എന്തുവാണ് കൊച്ചു? ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് ചേർന്നാണോ? അല്ല, അയ്യോ, അതല്ല. പിന്നെ ഇപ്പൊ ഞാൻ ഗർഭിണിയാ. അപ്പൊ ഞാൻ പ്രസവിച്ച് കഴിയുമ്പോ ഞാൻ അമ്മയാവല്ലോ. അപ്പൊ ഇപ്പൊ ഇയാൾ എന്നെ കെട്ടിയില്ലെങ്കിൽ ഒരു അമ്മേനെ കെട്ടേണ്ടി വരുമെന്ന്. അങ്ങനെ മര്യാദക്ക് നാളെ ഈ കൊച്ചിനെ രജിസ്റ്റർ മാരേജ് ചെയ്തോണം. അല്ലെങ്കിൽ ഈ പ്രമീൾ ആരാന്ന് നീ അറിയും. ഡിപ്പാർട്ട്മെന്റ് വന്നൊന്ന് ചോദിച്ചു നോക്ക്. പ്രമീളെന്ന് കേട്ടാ ഞെട്ടും എല്ലാരും. കേട്ടല്ലോ? എനിക്കൊരു ചുക്കിനെ വേടിയില്ല. അവൻ അമ്മനെ മോളെ കെട്ടിക്കോളൂ. അവളെ കെട്ടിക്കോളൂ. കെട്ടിക്കോളുമല്ലോ. എനിക്കൊരു ചുക്കിനെ വേടിയില്ലാത്തോളാം ഞാൻ. ശരിയെന്നാ. അയ്യോ, മിഠായി. മിഠായി. നീ മിഠായി കച്ചവടക്കാരാണ്ടാ? നിങ്ങളുടെ ഇങ്ങോട്ട് എന്തോടാ നീ ഇപ്പൊ വിളിച്ചു കൂവിയത്? ബോംബെയുടെ ഇപ്പോഴത്തെ പേരെന്താ നിനക്കറിയോടാ? പറയടാന്നെങ്കിൽ. മുംബൈ. എന്നാ ഇനി അങ്ങനെ വിളിക്കടാ. മുംബൈ മിഠായി. മുംബൈ മിഠായി. നീ മുംബൈ പോയി മുംബൈ മിഠായി വിറ്റോണം. കേട്ടല്ലോ? ഈ കേരളത്തിൽ നിന്നെ കണ്ടുപോരുത്. പോടാ ഇവിടുന്ന്. മുംബൈ. നിക്ക്. ഞാൻ മുംബൈ, നീ പുറകെ. മുംബൈ. മുംബൈ. മുംബൈ.